സച്ചിയുടെയും രേവതിയുടെയും കഥയിലേക്ക് സ്വാഗതം. ഇങ്ങനെ ചന്ദ്രമതി ഡാൻസൊക്കെ കളിച്ചുകൊണ്ടിരിക്കുവാണ്, ശ്രുതിയും കൂടി. അതിനുശേഷം രേവതി വന്ന് നോക്കുമ്പോൾ ഒരു രേവതിനെ അവിടെ നിന്ന് ഓടിച്ചു വിടുകയാണ്. നീ ഇവിടെ വന്ന് നിൽക്കണ്ട, നിനക്ക് പോയി കോഫി എടുക്കട്ടെ, കോഫി എടുത്തുകൊണ്ട് വന്നൂടെ എന്നൊക്കെ ചോദിച്ച് അങ്ങനെ ചന്ദ്രമതിക്ക് ഭയങ്കര കാലിനൊക്കെ വേദനയായിട്ടോ. ഡാൻസൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര വേദന. അപ്പോഴത്തേക്ക് ശ്രുതി പറയുന്നു, അമ്മയ്ക്ക് വേദനയൊക്കെയാണ്, അമ്മ ഒരു കാര്യം ചെയ്യാൻ യോഗ ചെയ്യിക്കാൻ പഠിപ്പിക്കാമെന്ന് പറയുന്നു. എന്നാൽ ശരി മോളെ, എന്നെ യോഗ ചെയ്യാൻ പഠിപ്പിക്കാൻ പറയാട്ടോ. അതിന് ശേഷം ഇങ്ങനെ യോഗയൊക്കെ ചെയ്യുവാണ്ടോ. ശ്രുതി ഓരോന്നൊക്കെ കാണിച്ചു കൊടുക്കുക, അതൊക്കെ ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുവാണ്. രവീന്ദ്രൻ വന്ന് ചോദിക്കും, ഇതെന്ത് ഡാൻസാ, ഇങ്ങനത്തെ ഡാൻസ് ഞാൻ കണ്ടിട്ടില്ലോ, ഇത് എന്ത് ഡാൻസാന്നൊക്കെ ചോദിക്കും. അപ്പോൾ പറയും, ശ്രുതി പറയും, അച്ഛാ ഇത് അങ്കിളെ, ഇത് ഡാൻസല്ല, ഇത് യോഗ ചെയ്യുന്നതാണ്, കാലിനും നടുവിനും ഒക്കെ അമ്മയ്ക്ക് വേദനയാന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ നല്ലതാണ്, ഹെൽത്തിനൊക്കെ നല്ലതാണ്, പെയിനുകൾക്ക് മസിൽസ് പെയിനിനൊക്കെ നല്ലതാണ്, ഇതെല്ലാവരും ചെയ്യുന്നത് നല്ലതാണെന്നൊക്കെ പറയും. അങ്ങനെ എന്നിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്കും രേവതി ഒന്നിച്ച് അച്ഛന് ചായ വേണമെന്നൊക്കെ വന്ന് ചോദിക്കുന്നു. അതിനുശേഷം ഇവർ രണ്ടുപേരും കൂടെ വീണ്ടും മുകളിലേക്ക് പോവുക, ബാക്കി യോഗ ചെയ്യാമെന്നും പറഞ്ഞിട്ട്. അപ്പോഴത്തേക്ക് രേവതിയോട് പറഞ്ഞു, രേവതി എനിക്ക് കോഫി എടുത്തിട്ട് വരാൻ പറയുന്നുണ്ട് ചന്ദ്രമതി. അങ്ങനെ എനിക്കും വേണം, ശ്രുതിക്കും വേണം, കോഫി വേണമെന്ന് പറയുന്നുണ്ട്. അത് ശരി അമ്മയെന്ന് പറഞ്ഞിട്ട് രേവതി പോയി കോഫിയൊക്കെ ഉണ്ടാക്കുവാണ്. ഇവർ മുകളിൽ പോയിട്ട് ഭയങ്കരമായിട്ട് യോഗ ചെയ്താണ്, തലകുത്തി നിന്നൊക്കെ ഓരോക്കെ ചെയ്യുന്നുണ്ട്. അതേസമയം ഇപ്പോഴാണ് രേവതി ഇവർക്ക് കോഫി കൊണ്ട് കൊടുക്കുന്നത്. രേവതി കോഫി കൊണ്ട് കൊടുത്തപ്പോൾ ഇതിന് മധുരമില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് അങ്ങ് കുറ്റം പറയുകയാണ്. അപ്പോൾ പറയും, അമ്മയ്ക്ക് നീ ഇതിലെന്താണ് ഈ കലക്കിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് വയ്യല്ലോ, അമ്മയ്ക്ക് ബോഡി പെയിൻ ആണെന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ ഞാൻ ചെറുതായിട്ട് അപ്പോൾ അച്ഛൻ പറഞ്ഞുകൊണ്ട് ഞാനിൽ അതിനുള്ള ഇതും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ചോദിക്കും, നീ എന്തിനും ആവശ്യമില്ലാത്ത ഇതിനാണ് മധുരമില്ലാത്തതെന്ന് നിൽക്കും. അപ്പോൾ പറയും, അത് അമ്മയ്ക്ക് അധികം മധുരമൊന്നും കഴിക്കണല്ലോ, അമ്മയ്ക്ക് ഷുഗറൊക്കെ അല്ലേ, ഷുഗറൊക്കെ വല്ലേ അമ്മയെന്ന് നിൽക്കും. അപ്പോഴത്തേക്കും രേവതി എടുത്ത് ദേഷ്യപ്പെടും, നീ എന്നെ ഇത് എന്തിനാടി കുടിപ്പിച്ചതെന്ന് ചോദിച്ചു. രേവതി എന്ന് കയറി ചെല്ലുമ്പോഴത്തേക്കും ഈ ചന്ദ്രമതി തലയും കുത്തി നിൽക്കുന്നതാണ് കാണുന്നത്. അപ്പോഴത്തേക്കും ചന്ദ്രമതി ഇവളെ കാണുമ്പോൾ, നീ എന്നാടി തലയും കുത്തി നിൽക്കുന്നതെന്ന് ചോദിക്കും. അപ്പോഴത്തേക്കും ശ്രുതി പറയാ, അമ്മ നേരെ നിൽക്കുക, അമ്മയെ തലകുത്തി നിൽക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് അമ്മയ്ക്ക് അങ്ങനെ തോന്നണം. ഓ ശരിയല്ലേ മോളെ എന്ന് പറഞ്ഞിട്ട് ഇവർ എഴുന്നേറ്റ് നിന്നിട്ട് ഇങ്ങനെ നേരെ നിൽക്കുന്നതാണ്. അതിനുശേഷം ഈ കോഫി കൊടുത്തതിന് അവർക്ക് ഇഷ്ടപ്പെട്ടൊന്നുമില്ല. ഈ കോഫി മനഃപൂർവ്വം തന്നെ ഈ രേവതിയുടെ മുഖത്തേക്ക് ഒഴിക്കുക, മുഖത്തും പുറത്തും ഒക്കെ ആയിട്ട് വീഴും കേട്ടോ. അപ്പോഴത്തേക്ക് രേവതി, അമ്മ എന്ത് പണിയാണ് അമ്മയെ കാണിച്ചത്, അമ്മയ്ക്ക് കോഫി വേണമെങ്കിൽ ഇങ്ങ് തന്നാൽ പോരെയെന്നോ, അമ്മ ഇങ്ങനെയാണോ കാണിക്കേണ്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് ഈ മുഖത്തേക്ക് അറിഞ്ഞുകൊണ്ട് തന്നെ ഒഴിച്ചു. അപ്പോൾ പറയും, അത് ഞാൻ കണ്ടില്ല, നീ അങ്ങോട്ട് പോയത് ഞാൻ കണ്ടില്ല എന്ന് പറയുന്നു. അതെല്ലാവർക്കും മനസ്സിലായി, ഇവർ ഈ ചന്ദ്രമതി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് രേവതിയുടെ മുഖത്തും പുറത്തും ഒക്കെ ഒഴിച്ചതെന്ന്. അപ്പോഴത്തേക്ക് ശ്രുതി ഒന്നും മിണ്ടാതെ നിൽക്കുവാണ്. ശ്രുതി പക്ഷേ ഒരു കാര്യമില്ല, അമ്മ എന്തിനാ അങ്ങനെ ചെയ്തതെന്നൊന്നും ചോദിക്കുന്നില്ല. ശ്രുതിയുടെ നിലനിൽപ്പിന് വേണ്ടി ഇങ്ങനെ അമ്മേനെ സപ്പോർട്ട് ചെയ്തതാണ് ശ്രുതി നിൽക്കുന്നത്. ആ സമയത്താണ് ശ്രീകാന്ത് കയറിയത്. അപ്പോൾ ശ്രീകാന്ത് ചോദിക്കും, ഇതെന്താ ഏട്ടത്തിയുടെ മേത്തൊക്കെ ഈ സാരിയിലൊക്കെ എന്താ പറ്റിയിരിക്കണേന്ന് ചോദിക്കും. അപ്പോഴത്തേക്കും ശ്രീകാന്തിന് മനസ്സിലാവും അവരുടെ അമ്മ കോരി ഒഴിച്ചതാണെന്നുള്ള കാര്യം. എന്നിട്ട് ശ്രീകാന്ത് ദേഷ്യത്തിൽ ചെന്നിട്ട് അമ്മയോട് ചോദിക്കും, അമ്മ എന്ത് മര്യാദയില്ലാത്ത പണിയാണ് അമ്മയെ കാണിക്കുന്നത്, ആരെങ്കിലും ചെയ്യുന്ന പണിയാണോ ഇങ്ങനെ, ഇത്ര ഇങ്ങനെ നീചമായിട്ടൊന്നും ആരുടെ അടുത്ത് പെരുമാറരുത് അമ്മയെന്ന് പറയും. അപ്പോൾ അത് ഞാൻ അറിയാതെ ഒഴിച്ചതാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് ശ്രുതിയും പറയാം, അമ്മ അറിയാതെ ഒഴിച്ചത്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിച്ചപ്പം വീണതാണെന്ന് പറയും. അമ്മയുടെ സ്വഭാവം എനിക്കെന്താണെങ്കിലും അറിയാലോ, അമ്മ അറിഞ്ഞൊഴിച്ചതാണോ അറിയാതെ ഒഴിച്ചതാണോ എന്ന് എനിക്കറിയാം, അമ്മയെ കുറച്ചും കൂടി മാന്യമായ രീതിയിൽ പെരുമാറണോ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീകാന്ത് ഇങ്ങനെ ഇവരുടെ അടുത്ത് പറഞ്ഞിട്ട് താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങി പോകുന്നതാണ് കാണിക്കുന്നത്. ഈ രേവതിക്ക് ഇങ്ങനെ വിഷമമാകുകയും ചെയ്തു. രേവതിക്ക് മനസ്സിലായി അമ്മ അറിഞ്ഞിട്ട് തന്നെ ഒഴിച്ചതാണെന്നുള്ള കാര്യം, ചന്ദ്രമതി അറിഞ്ഞിട്ട് ഒഴിച്ചതെന്ന്. രേവതി എന്നിട്ട് ആ വിഷമൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അതേസമയം പിന്നെ കാണിക്കുന്നത് സച്ചിനെയാണ്. സച്ചി കൂട്ടുകാരുടെ അടുത്ത് വർത്താനം പറഞ്ഞിരിക്കും, എൻ്റെ കഷ്ടകാലമാണ്, എനിക്കൊരു നല്ല സമയമില്ല, കല്യാണം കഴിച്ചതോടുകൂടി എൻ്റെ കഷ്ടകാലം തുടങ്ങി എന്നൊക്കെ പറഞ്ഞ് കൂട്ടുകാരുടെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണെന്ന്. അപ്പോൾ പറയുന്നുണ്ട്, അതെങ്ങനെയാണ് നമ്മുടെ കയ്യിൽ തെറ്റുകൊണ്ട് സംഭവിച്ച് നമ്മൾ മറ്റൊരാളുടെ തലയിൽ ചാരി രക്ഷപ്പെടാൻ നോക്കരുത്, നമ്മുടെ തെറ്റെന്ന് നമ്മളത് മനസ്സിലാക്കുന്ന സച്ചി എന്നൊക്കെ പറയുന്നുണ്ട്. സച്ചി പക്ഷേ അതുകൊണ്ട് പൂർണ്ണമായിട്ട് അങ്ങ് അക്സെപ്റ്റ് ചെയ്യാൻ സച്ചിക്കൊരു ബുദ്ധിമുട്ട്. എന്നിട്ട് സച്ചി പറയുന്നുണ്ട്, ഇത്തരം പ്രശ്നമൊക്കെ ഉണ്ടാക്കിയില്ലേ അത് അവളുടെ കാരണമാണ്, ഇല്ലെങ്കിൽ ഞാൻ അയാളുമായിട്ടൊരു ഇങ്ങനൊരു വഴക്കിനൊന്നും പോകത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കൂട്ടുകാരൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുന്നതാണ് കാണിക്കുന്നത്. ശ്രീകാന്തിന് മനസ്സിലാവുക എങ്ങനെയും ഏട്ടത്തി ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട്. അപ്പോൾ ഏട്ടത്തിയുടെ ഇങ്ങനെ വിഷമത്തിന് എന്താ ഒരു മാർഗം, സച്ചേൻ്റെ അടുത്തൊന്ന് സംസാരിച്ച് നോക്കാമല്ലോ എന്നൊക്കെ എടുത്തിട്ട് ശ്രീകാന്ത് വിചാരിക്കും എന്തെങ്കിലും ഒന്ന് ചെയ്യണം. അങ്ങനെയാണ് ശ്രീകാന്ത് വർഷയുടെ അടുത്തൊക്കെ സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം ഈ ശ്രീകാന്ത് സച്ചിനെ കാണാൻ ചെല്ലും. എന്നിട്ട് പറയും, എനിക്ക് ഏട്ടനോടൊരു കാര്യം സംസാരിക്കാണെന്ന് പറയും. എന്ത് കാര്യം ഏടാന്ന് ചോദിക്കും. എന്തിനാ ഇങ്ങനെ ഏട്ടത്തിയായിട്ട് ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത്, എന്ത് ബുദ്ധിമുട്ടിയാ, എന്തൊക്കെ സങ്കടങ്ങളുണ്ടെന്നറിയാമോ, എന്തെങ്കിലും ഉണ്ടെങ്കിലും അതൊന്നും ഏട്ടൻ്റെ അടുത്ത് പറയത്തില്ലല്ലോ. അപ്പോൾ പറയും,
അവൾ കാരണമല്ലേ ഇപ്പം എനിക്ക് ഈ ഗതി വന്നത്, എൻ്റെ വണ്ടി വരെ പോയില്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പം ഏട്ടൻ്റെ വണ്ടി പോകാൻ കാരണം ആ പോലീസുകാരനെ തല്ലിയതുകൊണ്ടല്ലേ, അല്ലാതെ അത് ഏട്ടത്തി കാരണമാണോ? അല്ലല്ലോ, അതെന്താ മനസ്സിലാക്കാത്തതെന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ ഇവൻ കുറേ പറയുന്നുണ്ട്. അതിനുശേഷം പറയുന്നുണ്ട്, അപ്പോൾ ആ ഗുണ്ടേൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നെങ്കിൽ ഇപ്പോൾ ഏട്ടനെ ഉറപ്പായിട്ടും അയാളെ പോയി തല്ലിയേനെ, തല്ലി ഇപ്പം എന്തൊക്കെ ആയേനെ. ഇപ്പം ആ ഏട്ടത്തി ഉള്ളത് കൊണ്ടല്ലേ ആ പോലീസുകാരുടെ അടുത്ത് കാല് പിടിച്ചാണല്ലോ ഏട്ടൻ ഇങ്ങനെ പുറത്തിറങ്ങാൻ നടന്നതും. ഇതിൻ്റെ സത്യാവസ്ഥയൊക്കെ ഇപ്പോൾ ഏട്ടന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെയെങ്കിലും ഏട്ടനൊന്ന് ഏട്ടത്തിയുടെ അടുത്തൊന്ന് മിണ്ടിക്കൂടെ. എന്തൊക്കെ ബുദ്ധിമുട്ടാണ് ആ പാവം അനുഭവിക്കുന്നതെന്നറിയാം. വീട്ടിൽ നിന്ന് തന്നെയാണെങ്കിലും അതെ, അമ്മയുടെ കാര്യമാണല്ലോ ഏട്ടന് അറിയാവുന്നതല്ലേ. അമ്മ പോലും വീട്ടിൽ ആരും ഏട്ടത്തിനെ ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. ഏട്ടനോട് ഇങ്ങനെ തുടങ്ങല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പറയുന്നുണ്ട്. എന്നിട്ട് പറയും, നിങ്ങൾ ഇന്ന് എൻ്റെ ഷോപ്പിൽ വരണം, ഏട്ടത്തിനെയും കൂട്ടി വരണമെന്നൊക്കെ പറയും. ഇങ്ങനെയൊക്കെ കുറേ പറയുമ്പോഴത്തേക്കും അവന് മനസ്സിലാവുക അവൻ്റെ ഭാഗത്തുനിന്ന് തെറ്റുണ്ടല്ലോ. അപ്പോഴത്തേക്കും അത് കേൾക്കാൻ തന്നെ അവനത് ചിന്തിക്കാനെങ്കിലും ഒന്ന് മനസ്സ് കാണിക്കുന്നുണ്ട്. അതിനുശേഷം പറയുന്നുണ്ട്, ഏട്ടത്തി എന്നെ ഉള്ളൂ, ഏട്ടത്തിയെ കൂട്ടി വരണമെന്ന് പറയും. ഞാൻ വരാം, അവളോട് ചോദിച്ചു നോക്കാം. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചി വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും രേവതി തുണിയൊക്കെ മടക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ രേവതിയോട് നീ എന്തെടുക്കുകയെന്നൊക്കെ ചോദിക്കുമ്പോൾ രേവതി കണ്ടുകൂടെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന്. അപ്പോൾ രേവതി എന്താ ചെയ്യണതെന്ന് മനസ്സിലായി. അപ്പോൾ സച്ചിക്ക് എങ്ങനെ രേവതിയോട് മിണ്ടാനുള്ളൊരു ഇതും കൊണ്ടാണ് നീ എന്തെടുക്കുകയെന്നൊക്കെ തുണി മടക്കുവാന്ന് കണ്ടിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ ചോദിക്കുന്നത്. അതിനുശേഷം പറയുന്നുണ്ട്, ശ്രീകാന്തിൻ്റെ ഷോപ്പിൽ വരെ ഒന്ന് പോകണം, ഇന്ന് ശ്രീകാന്ത് അവിടെ വരെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോഴത്തേക്കും രേവതി പറയും, ഞാനെങ്ങും വരുന്നില്ല എന്ന് പറയും. അപ്പോൾ നീ വരണം, ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവനിങ്ങനെ ഒന്ന് ഇതായിട്ട് സംസാരിക്കുമ്പോൾ അവൾക്ക് അവൻ വിളിച്ചതാണല്ലോ, എന്നാൽ പോകാമെന്ന് ചോദിക്കുന്നു. അപ്പോഴത്തേക്ക് ശ്രീകാന്ത് വിളിച്ചതല്ലേ, അപ്പോൾ പോകാമെന്ന് തന്നെ രേവതിയും വിചാരിക്കും കേട്ടോ. അപ്പോൾ സച്ചിയുടെ കൂടെ പോകാം, സച്ചിക്ക് ചെറിയൊരു മയമൊക്കെ ആയി തുടങ്ങി, സ്നേഹമൊക്കെ ഉണ്ടെന്നൊക്കെ അവൾക്ക് തോന്നി, അങ്ങനെ ചെല്ലാമെന്ന് പറയുന്നത്. അപ്പോൾ ചോദിക്കും, ഇതിൽ ഏത് സാരിയാണ് എടുക്കേണ്ടതെന്ന് ചോദിക്കും. ഇപ്പോൾ ഈ ജാടി ഇട്ടത് വെറുതെ ആയിരുന്നോ, പോകാൻ വേണ്ടി നേരത്തെ തയ്യാറായിട്ടിരിക്കുമായിരുന്നു ഇല്ലേന്ന് ചോദിക്കും. അപ്പോൾ നിനക്ക് ഇഷ്ടമുള്ളൊരു സാരി എടുത്തോളാൻ പറയും. അല്ല വേണ്ട, ഞാൻ സെലക്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരു സാരി എടുത്തിട്ട് ഒരു വൈറ്റ് കളറിൽ ഒരു റോസ് കളർ ബോർഡൊക്കെ ഉള്ളൊരു സാരി സെലക്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അവൾ ആ സാരിയൊക്കെ കൊടുക്കാനായിട്ടൊക്കെ അതൊക്കെ ഉടുത്തിട്ട് പോകാൻ തുടങ്ങുവാണ്. അങ്ങനെ അവർ റെഡിയായിട്ട് അവിടെ ഷോപ്പിലെത്തിയിട്ട് അവരിങ്ങനെ അവിടെ ചെന്നിരിക്കും. അവർ ചെന്നിരിക്കുമ്പോഴത്തേക്കും അവിടെ ശ്രുതിയും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ പറയും, ഇവരെന്തിനാണ് ഇവിടെ വന്നേ, അപ്പോൾ പറയും അവരെയും വിളിച്ചിട്ടുണ്ടാവും, അതായിരിക്കും അവർ വന്നതെന്ന് പറയുന്നു. ഇപ്പോൾ ഈ സച്ചിനെയും രേവതിനെയും കാണുമ്പോഴത്തേക്കും ശ്രുതിയും കൂടെ പറയും, ഇവരെ വിളിച്ച് വേണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ പിന്നെ അങ്ങനെ അവരും ഇരിക്കുവാണ്. അവരൊക്കെ ഇങ്ങനെ ഇരിക്കും. നിങ്ങളൊക്കെ വന്നു കേട്ടാ, നിങ്ങൾ ഇരിക്കുക കേട്ടോ എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് ഇവരുടെ അടുത്ത് വന്നിട്ട് വർത്താനമൊക്കെ പറയുകയാണ്. അങ്ങനെ അവർക്ക് രണ്ട് കൂട്ടർക്ക് കൊണ്ടുവന്ന് സൂപ്പൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുവാണ്. സൂപ്പൊക്കെ കുടിക്കാൻ കൊടുത്തപ്പോൾ ഇതെന്താ ഇപ്പോൾ സൂപ്പൊക്കെ തന്നേന്നിങ്ങനെ രേവതി ചോദിക്കും. അപ്പോൾ പറയാം, ഇത് ഇങ്ങനെ കൊടുക്കുന്നതാന്ന് പറയും. അപ്പോൾ രേവതി സച്ചിയോട് പറയുന്നുണ്ട്, ഞാൻ ഇത്ര വലിയ കടയിലൊക്കെ ആദ്യമായിട്ട് കയറുന്നതാന്ന് പറയും. അപ്പോൾ സച്ചി പറയും, ഞാനും അതെ, സാരമില്ല നമുക്കിവിടെ ഇരിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ പറയാം, ഇത് സൂപ്പ് അതൊന്നും അറിയത്തില്ലായിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ട് ശ്രുതി ഇങ്ങനെ രേവതിനെ കളിയാക്കൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇങ്ങനെ സൂപ്പൊക്കെ തരുമെന്നൊക്കെ പറഞ്ഞു സാധാരണ അസുഖം വരുമ്പോഴേക്കല്ലേ ഇങ്ങനെ സൂപ്പൊക്കെ കുടിക്കുന്നതെന്നൊക്കെ രേവതി ഇങ്ങനെ പറയുന്നു. അതിനുശേഷം അവർ സൂപ്പൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും സച്ചിനെ കളിയാക്കിയൊക്കെയാണ് ഈ ശ്രുതി സംസാരിക്കുന്നത്. നീ ഈ കടയിലൊക്കെ കയറുവാടാന്ന് ചോദിക്കും. അപ്പോൾ പറയാം, ഞാൻ കയറും, തട്ടുകടയിൽ മാത്രമല്ല എന്ന് പറയും. പണ്ട് അച്ഛൻ്റെ പൈസ അടിച്ചുകൊണ്ട് പോയപ്പോൾ തട്ടുകടയിൽ നിന്നൊക്കെ ഭക്ഷണം കഴിച്ചല്ലേ കഴിഞ്ഞെന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ഇത് ശ്രുതിക്ക് മനസ്സിലാവുമല്ലോ എന്ന് ഓർത്തപ്പോഴത്തേക്കും ശ്രുതി പിന്നെ മിണ്ടായിരിക്കും. ഇനി എന്തായാലും ഇതിനെക്കുറിച്ച് പറഞ്ഞാലോ എന്നൊക്കെ ഓർത്ത് ലാസ്റ്റ് ഇങ്ങനെ ശ്രുതി തന്നെ ചോദിക്കുന്നുണ്ട്, എങ്ങനെയായിരുന്നു സച്ചിയുടെ രേവതിയുടെയും കല്യാണം, ലവ് മാരേജ് ആയിരുന്നോ എന്ന്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അല്ല, ഇത് അവൻ കെട്ടാൻ വേണ്ടി അവൻ കല്യാണം കഴിക്കാനിരുന്നതാണ്. അവൻ ആ സമയം നാട് വിട്ടുപോയി, അച്ഛൻ്റെ പൈസ എടുത്തുകൊണ്ട് അവൻ നാട് വിട്ടുപോയി എന്നൊക്കെ പറയുന്നു. അപ്പോഴത്തേക്കും ശ്രുതിക്ക് ഒരു ഇതായിട്ടോ, കാരണം ശ്രുതി ഇതറിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എന്താകും, ശ്രുതി എങ്ങനെ പ്രതികരിക്കും, കാരണം രേവതിനെ കെട്ടാനിരുന്നത് ശ്രുതിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ശ്രുതി എങ്ങനെ പ്രതികരിക്കും എന്ന് ഓർത്ത്. പക്ഷേ സച്ചി ഇതൊക്കെ അങ്ങോട്ട് വെട്ടിത്തുറന്നങ്ങ് പറഞ്ഞു. അപ്പോഴത്തേക്ക് അത് കേൾക്കുമ്പോഴത്തേക്കും ശ്രുതിനെ സപ്പോർട്ട് ചെയ്ത് പറയുവാണ്, അതിനെന്താ ഇല്ലാത്ത ഒരാളെ വിവാഹം കഴിക്കുന്നതിൽ നല്ലത് നമ്മൾ അപ്പം മാറുന്നതല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും സച്ചി കെട്ടിയത് ഒരു സഹതാപ കല്യാണമായിട്ടല്ലേ രേവതിനെ കെട്ടിയെന്ന് ഇങ്ങനെ ചോദിക്കും. അത് കേൾക്കുമ്പോൾ രേവതിക്ക് ഭയങ്കര വിഷമാകുന്നുണ്ട്. സഹതാപ കല്യാണമായിരുന്നു രേവതിയുടെ എന്ന് പറയുമ്പോഴത്തേക്കും കണ്ട് സിനിമയിലൊക്കെ കാണുന്ന പോലെ എന്നൊക്കെ ചോദിച്ചിട്ട് ശ്രുതി ഇങ്ങനെ കളിയാക്കി തന്നെയാണ് രേവതിയുടെ അടുത്ത് സംസാരിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ ശ്രുതിക്കൊരാശ്വാസമാണ്, കാരണം ശ്രുതിനെ സപ്പോർട്ട് ചെയ്താണല്ലോ ശ്രുതി സംസാരിക്കുന്നത്. അപ്പോൾ അതിന് നല്ല മറുപടിയായിട്ട് ശ്രുതിയും
പറയുന്നുണ്ട്. ശ്രുതിയും കൂടി സച്ചിയുടെയും രേവതിയുടെ അടുത്ത് ഇതിനെക്കുറിച്ച് ഓരോന്നൊക്കെ പറയുവാണ്. സൂപ്പ് കുടിച്ച് കഴിയുമ്പോഴത്തേക്കും അടുത്ത ഡിഷൊക്കെ അവർക്ക് കൊണ്ടുവന്ന് വയ്ക്കുക കേട്ടോ. അപ്പോൾ ചിക്കൻ്റെ എന്തോ ഡിഷാണ് കൊണ്ടുവന്ന് വെക്കുക. അപ്പോൾ അതിൻ്റെപ്പോഴത്തേക്ക് അതിൽ ഫോക്കും സ്പൂണും നൈഫും ഒക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് ശ്രുതി കഴിക്കുന്നത്. പക്ഷേ രേവതിക്ക് ഇങ്ങനെയൊന്നും കഴിക്കാറില്ല, ഫോക്ക് വെച്ച് കുത്തിയെടുക്കാനൊന്നും അറിയുന്നില്ല. അപ്പോൾ കുത്തുമ്പോൾ ഫുഡ് തെറിച്ച് പോവുകയൊക്കെയാണ്. അപ്പോഴത്തേക്ക് ശ്രുതി ഇങ്ങനെ കളിയാക്കി ചിരിക്കുകയും ഭയങ്കര കളിയാക്കിയൊക്കെയാണ് ഇവളെ നോക്കിയിട്ട് രേവതിനെ കളിയാക്കി ചിരിക്കുകയൊക്കെയാണ്. അതിന് ശേഷപ്പോഴത്തേക്ക് സച്ചി കൈകൊണ്ട് എടുത്ത് കഴിക്കും. അപ്പോൾ സച്ചി പറഞ്ഞു, നീ എന്തിനാ ഇങ്ങനത്തെ കോമാളിത്തരം കാണിക്കുന്നത്, കൈകൊണ്ട് എടുത്ത് കഴിച്ചു, നമുക്കത് മതി എന്ന് പറയുന്നു. ചിലരൊക്കെ ഫോക്ക് വെച്ച് ഞെക്കിയും പിച്ചിയും ഞെക്കിയൊക്കെയാണ് കഴിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചിയാണെങ്കിൽ ശ്രുതിനെ ഇങ്ങനെ കളിയാക്കി സംസാരിക്കും കേട്ടോ. അപ്പോഴത്തേക്ക് ഇവർ രണ്ടുപേരും അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്നിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ലാസ്റ്റ് രണ്ട് കൂട്ടരും കൂടെ അടിയായി, ഭയങ്കര അടിയായി. കാരണത്തേക്ക് സച്ചിനെ ഇങ്ങനെ അവൻ വഴക്കുണ്ടാക്കി ചെല്ലും. അപ്പോഴത്തേക്ക് ദേഷ്യം വന്ന് സച്ചി എന്നിട്ട് ശ്രുതിയുടെ കയ്യെ പിടിച്ച് ഞെരിച്ചങ്ങ് ഒടിക്കും കേട്ടോ. അപ്പോഴത്തേക്കും അങ്ങനെ കയ്യെ പിടിച്ച് ഞെരിച്ചങ്ങ് ഒടിച്ചു. അപ്പോഴത്തേക്കും ശ്രുതി തല്ലാൻ വരുകയും അപ്പോഴത്തേക്ക് രേവതി എന്നിട്ട് ശ്രുതിയുടെ നേരെ ചെല്ലുകയും അങ്ങനെ അവിടെ നിന്ന് അടിയായില്ല. ലാസ്റ്റ് ശ്രീകാന്ത് വന്ന് ഒരുമാതിരി ഒന്ന് സമാധാനിപ്പിച്ച് രണ്ടുപേരും രണ്ട് വഴിക്ക് പോകുകയാണ്. ശ്രുതിയുടെ ഹോസ്പിറ്റലിൽ പോകുന്നു. സച്ചിൻ്റെ അവധിയും കൂടെ വീട്ടിലേക്ക് വരുന്നു. വീട്ടിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇവർ വരുമ്പോഴത്തേക്കും അവർ ഹോസ്പിറ്റലിൽ പോയിട്ട് വരുമ്പോൾ കൈയൊക്കെ കെട്ടി വെച്ചാണ് കാണിക്കുന്നത്. അങ്ങനെ അവൻ്റെ കൈയൊക്കെ ഒടിച്ചല്ലോ. പിന്നെ വർഷേനെ കാണിക്കുന്നുണ്ട്. വർഷയുടെ അടുത്ത് അമ്മ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, അത് ആരാ അവൻ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ വർഷ പറയുന്നു, എനിക്കിത്രയും പ്രായമില്ല, എനിക്കിപ്പോൾ ഞാൻ ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ, ഇങ്ങനെ അമ്മ എൻ്റെ പുറകെ നടന്ന എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറയും, എനിക്കിനിയിപ്പോൾ ആരെ വിവാഹം കഴിക്കണം, അങ്ങനെ ആരെ ഫ്രണ്ട്ഷിപ്പ് ആക്കണം എന്നൊക്കെ എനിക്കറിയാലോ. അമ്മ ഇങ്ങനെ ഈ രീതിയിലൊന്നും സംസാരിക്കരുത്, ഞാൻ ഇതുവരെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ, അപ്പോൾ പിന്നെ എന്തിനാണ് എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, അത് ചിലപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ആയിരിക്കാം, അമ്മ അതിന് പറഞ്ഞ് മറ്റൊരു രീതിയിലൂടെ അതിനെ തെറ്റിദ്ധരിക്കുക, അങ്ങനെയൊന്നും ചെയ്യേണ്ട, അതൊരു ഫ്രണ്ടാന്നുള്ള രീതിയിൽ അവൾ പറയുന്നുണ്ട്. പക്ഷേ എന്നാലും അവളുടെ അമ്മയ്ക്കൊരു സംശയം തന്നെയാണ് ഇങ്ങനെ ആരാന്നുള്ള കാര്യമൊക്കെ. പക്ഷേ അമ്മയുടെ അടുത്ത് അവൾ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്, അമ്മ ഇങ്ങനെയൊന്നും ചെറിയ പിള്ളേരുടെ മാതിരി എനിക്ക് ഇത്രയും പ്രായമായി, അപ്പോൾ എനിക്ക് അതിൻ്റേതായ ഒരു ഫ്രീഡമുണ്ട്, എൻ്റെ ഫ്രീഡത്തിൽ മറ്റൊരാൾ കയറി ഇടപെടരുത്, ഞാൻ എൻ്റെ ഫ്രീഡം മറ്റാർക്കും അടിയറവ് വെച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ ഈ വരുന്ന ഒരാഴ്ചത്തെ എപ്പിസോഡ് ഈ രീതിയിലാണ് പോകുന്നത്. അപ്പോൾ ബാക്കി കഥയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. ഓക്കേ.